തിരുവനന്തപുരത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി പിടിയിലായെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. പ്രതി ഹസൻ കുട്ടി എന്ന കബീറിന് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിനപ്പുറം കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമുണ്ടായിരുന്നു. ഇയാൾക്കെതിരെ പോക്സോ, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. ഈ മാസം 18 വരെയും റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനിടെ ബീഹാർ സ്വദേശികളുടെ കുട്ടി തന്നെയാണ് ഇതെന്ന് ഉറപ്പിക്കുന്ന DNA പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ ഉടൻ തന്നെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുത്തേക്കും. നാടോടി ബാലികയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പ്രതി ഹസൻകുട്ടിയുടെ മൊഴി. കുട്ടി കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിച്ചെന്നും ബോധം പോയപ്പോൾ മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചെന്നും പ്രതി മൊഴി നൽകി. രാത്രി തന്നെ 2 വയസ്സുകാരി ഉപേക്ഷിച്ചിരുന്നു എന്ന മൊഴിയിൽ പോലീസിന് അവ്യക്തതയുണ്ട്. വർക്കല ഐരൂർ സ്വദേശിയായ ഹസൻകുട്ടിക്കെതിരെ പോക്സോ, വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഹസൻകുട്ടി കുറ്റം സമ്മതിച്ചെങ്കിലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയക്കും. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ മാസം 18 വരെ റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഹസൻകുട്ടി. ഫെബ്രുവരി 18 രാത്രിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ദിവസങ്ങൾക്ക് ശേഷം പ്രതി വലയിലായപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ പോലീസിനോട് പറഞ്ഞത് സ്കൂട്ടറിലെത്തിയ 2 അംഗ സംഘം സഹോദരിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടെന്നാണ്. ഇതനുസരിച്ച് സ്കൂട്ടറുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തിയത്. താമസ സ്ഥലത്ത് നിന്ന് 450 മീറ്റർ അകലെ നിന്നാണ് കുട്ടിയെ 19 രാത്രി 7:30 പോലീസിന് ലഭിക്കുന്നത്. തലേ ദിവസം രാത്രി തന്നെ കുട്ടിയെ ഹസൻകുട്ടി ഓടയിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇത്രയും സമയം ആരുടെയും കണ്ണിൽപ്പെടാതെ മയക്കത്തിലായിരുന്നോ എന്നാണ് ഉയരുന്ന മറ്റൊരു സംശയം. ഹസൻകുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ അവ്യക്തതകൾ നീങ്ങുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന.